നമ്മൾ 2 ദിവസത്തേക്ക് പാഫോസിൽ നിൽക്കുന്ന റിസോർട്ടാണിത്. പാഫോസ് ഗാർഡൻ ഹോട്ടൽ റിസോർട്ട്, ലെപ്റ്റോസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ Booking.com വഴി ബുക്ക് ചെയ്തതാണ്. 2 ദിവസത്തേക്ക് നമുക്ക് 539 ദിറാണായത് ചാർജ്. ഡിസ്കവർ സൈപ്രസ് എന്ന 9 days 8 nights നമ്മൾ സൈപ്രസ് ട്രിപ്പിൻ്റെ എക്സ്പെൻസ് ആണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യാം. കിട്ടില്ലൊരു പ്രോപ്പർട്ടി അല്ലേ, നമ്മളിപ്പോൾ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത് റൂമൊക്കെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. ഭയങ്കര സംഭവം അല്ലേ, അടിപൊളി ഒരു കമ്മ്യൂണിറ്റി ഒരു ഫീൽ ഉണ്ട്. അതെ, ഇതെന്ന് വെച്ചാൽ ഇതാണ് മെയിൻ ഹോട്ടൽ ബിൽഡിങ്. ഇവിടെ നിങ്ങൾക്ക് സാധാ ഹോട്ടൽ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് റിസപ്ഷൻ വരുന്നത്. റെസ്റ്റോറൻറ്റ്, റിസപ്ഷൻ, പൂള് അതൊക്കെ ഇവിടെ വരുന്നത്. പൂള് ഇത് ഇൻസൈഡ് പൂളുണ്ട്, ഔട്ട്സൈഡ് പൂളുണ്ട്. ഇൻസൈഡ് പൂള് ഹീറ്റഡ് ആണ്, അതാണ് പ്രത്യേകത അല്ലേ. നമ്മൾ ഇനി പൂള് കാണാൻ പോകണം. അതുപോലെ പാഫോസ് ഗാർഡൻ എഴുതിയിട്ടുണ്ട്. ഇങ്ങോട്ടുള്ളതൊക്കെ വില്ലാസാണ്. നമ്മൾ 1 bedroom അപ്പാർട്ട്മെൻ്റ് ആണ്. 2 bedroom അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ലോണ്ട്രി സർവീസും ഉണ്ട്. ഇത് അടിപൊളി. എന്താ പറയുക, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു കമ്മ്യൂണിറ്റിനുള്ളിൽ വന്ന പോലെ ഉണ്ട്, റോഡൊക്കെ ആയിട്ട്. പക്ഷേ ഇത് പ്രൈവറ്റ് റോഡാണ്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇവരതാണ്. ഈ കാണുന്നതൊക്കെ ഹോളിഡേ റൂംസാണ് ഇവരുടെ. 2 bedroom 1 bedroom അപ്പാർട്ട്മെൻറ്റ്സും സ്റ്റുഡിയോ ഒക്കെയാണ്. കൊള്ളാമല്ലേ, അത് നല്ലൊരു പ്രോപ്പർട്ടി. അതായത് പഴയ കാണാൻ പഴയതാണ്, പക്ഷേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പ്രോപ്പർട്ടിയാണ്. ഇത് പാഫോസ് സിറ്റീൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഏകദേശം 2-2.5 കിലോമീറ്ററിൽ സിറ്റി സെൻറ്റർ. നമ്മൾ പ്രൊമനേഡിൽ നിന്ന് ഇങ്ങോട്ട് അത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ബീച്ചുമായി. അപ്പോൾ നമുക്ക് ആദ്യം എന്താ കണ്ടത്, റൂം കണ്ടല്ലോ, റൂമാണ് ആദ്യം. ഇത് ഒരു ലോണ്ട്രി കാണുന്നുണ്ട് കേട്ടോ. പാഫോസ് ഗാർഡൻസിന് ലോണ്ട്രി ഉണ്ട്, വാഷിംഗ് മെഷീനും ഇത് ഡ്രയറുമാണ്. ഇതിലൂടെ എഴുതി വെച്ചിട്ടുണ്ട് €4 ചാർജ് ഉണ്ട് കേട്ടോ ഇതിന്. ഇത് യൂസ് ചെയ്യാൻ വേണ്ടി €4, അത് യൂസ് ചെയ്യാൻ വേണ്ടി €4. നമുക്ക് എന്തായാലും കുറച്ച് ഡ്രസ്സ് അലക്കാണ്ട്, അത് ചെയ്യണം. നോക്കട്ടെ, നോക്കിയിട്ട് നല്ല വൃത്തിക്ക് ഇതൊക്കെ ഡ്രയറിൻ്റെ ഉണങ്ങി കിട്ടേണ്ടതാണ്. നല്ല എന്താ പറയുക, ഒരു കാം ആൻഡ് ക്വയറ്റ് സ്ഥലം. നീ ഇഷ്ടപ്പെട്ട്, നല്ലൊരു സംഭവം. 2 ദിവസത്തേക്കല്ലേ പൂളാണ് കാണുന്നത്. ഓക്കെ, ആദ്യം എങ്ങനെയാ വെച്ചാൽ ഇതാണ് ഹോട്ടൽ ബിൽഡിംഗ് കേട്ടോ. ഇതിൽ നോർമൽ ഹോട്ടൽ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് റിസപ്ഷൻ വരുന്നത്. നമ്മളെ പൂളുണ്ട്. അതുപോലെ ഇതാ ഇവിടെ ഇതെന്താണ്, മറ്റേ ഇതാ കാളവണ്ടി കുതിര വണ്ടിയായിട്ടാണ് ചിലക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പൂള് ഒന്ന് കണ്ടിട്ട് വരാം. പാഫോസ് ഗാർഡൻസ് ഹോളിഡേ റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇവിടെയൊക്കെ സീറ്റിംഗ് ഏരിയ ഉണ്ട്, ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള സീറ്റിംഗ് ഏരിയ ഉണ്ട്. TT കളിക്കാം, പിന്നെ ബില്യാർഡ്സും ഇതൊക്കെ കളിക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗെയിമിങ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് കൊള്ളാമല്ലോ അല്ലേ. പൂളിൽ ഇറങ്ങുന്നില്ല. ഇത് തണുപ്പുള്ളതാ. ഇത് നോർമൽ പൂളാണ്. ഇതിൻ്റെ ഇൻഡോർ പൂളുണ്ട്, അത് ഹീറ്റഡ് പൂളാണ്. ഇത് ഈ മെയിൻ ബിൽഡിങ്ങിന് താഴെയാണ്, ബേസ്മെൻറ്റിലാണ് ആ ഹീറ്റഡ് പൂൾ വരുന്നത്. ഇവിടുന്ന് കാണാൻ പറ്റുമായിരിക്കും. ഇതല്ലേ ഇതിൻ്റെ പൂള്, ഇതാ. രസമുണ്ട്. നമ്മൾ 2 ദിവസം ഇവിടെ അടിച്ചു പൊളിക്കാൻ പോകുന്നു. പക്ഷേ ഇവിടെ ഇതൊന്നും യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നമുക്കിത് ഫുള്ള് കറങ്ങി കാണാനുണ്ട്. നാളെയൊക്കെ നമ്മൾ ഫുള്ളി പാക്ക്ഡാണ് ഇവിടെ. ഇവിടെ ഇല്ല, നമ്മൾ വെസ്റ്റേൺ മോസ്റ്റ് പാർട്ടിലേക്കൊക്കെ പോവാണ് പാഫോസ് എന്നുള്ള. അപ്പോൾ ഇതാണ് ഔട്ട്ഡോർ പൂൾ വരുന്നത്. നല്ല കെട്ടിലൊരു പൂളാണ്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് റിസപ്ഷനും റെസ്റ്റോറൻറ്റും ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേജ് പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രോഗ്രാംസൊക്കെ നടക്കുമായിരിക്കും. നമുക്കൊരു ഡാൻസും കളിച്ചാലോ, ഒരു ഇന്ത്യൻ പാട്ടും മലയാളം പാട്ടും വെച്ചിട്ട്. മലയാളികളുണ്ടാവും ഇവിടെ. എന്നാലും ഇവിടെ വന്നിട്ട് ഏക ഒരു മലയാളീനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പാഫോസ് ഗാർഡൻ ഹോളിഡേ റിസോർട്ട് ഹാസ് ബീൻ ഡിസൈൻഡ് ആൻഡ് ബിൽറ്റ് ബൈ അർമോണിയ എസ്റ്റേറ്റ്സ് ലിമിറ്റഡ്, എ മെമ്പർ ഓഫ് ദ ലെപ്റ്റോസ് ഗ്രൂപ്പ്. ഓക്കെ, അവരെ കഥ എഴുതിയതാണ്. വാ, എന്നാൽ തുറന്നു. ഇതുവരെ ചിഹ്നം അല്ലേ. ഫുള്ളി എയർ കണ്ടീഷനിങ്, പ്ലീസ് കീപ് ക്ലോസ്ഡ്. ഒരു ഫയർ പ്ലേസ് ഒക്കെ ഉണ്ടല്ലോ. ബെസ്റ്റ് റിസപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫയർ പ്ലേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫയർ പ്ലേസിൽ ഫയർ ബേൺ ആവുന്നുണ്ട്. അതുപോലെ ഇത് ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഔട്ട്സൈഡ് സിറ്റിങ്, നമ്മൾ ആ പൂള് കണ്ടില്ലേ, പൂള് കണ്ടിൻ്റെ ഉള്ളിലാണ്. ഇതാണ് ഇൻസൈഡ് സിറ്റിങ്. ഇതാണ് റിസപ്ഷൻ വരുന്നത്. ഇങ്ങനെ മുകളിലൊക്കെ കയറാൻ പറ്റും. ഇതെന്താ 7 days 7 ways എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഫൺ ലോഞ്ച് ബാർ. ഇവിടെ ഓരോ ദിവസവും ഓരോ പരിപാടികളാണ്. ഓരോ ദിവസവും ഓരോ പരിപാടികളുണ്ട്. ഇത് എവറി വെനസ്ഡേ ലൈവ് മ്യൂസിക്. ആ പരിപാടി, ആ സ്റ്റേജുള്ള സ്ഥലത്ത് ഇങ്ങനെ പല പരിപാടികൾ നടക്കുന്നുണ്ട്. ഓക്കെ. ക്രിസ്മസ് ഡെക്കറേഷൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇന്ന് ക്ലോസ്ഡ് ആണ്. എങ്ങനെയാണ് ലിഫ്റ്റ് വരുന്നത് മുകളിലോട്ട് കയറാൻ വേണ്ടി റൂമിലോട്ട്. അവിടെയാണ് ഇത് വരുന്നത്. ഇതൊരു ബാർ ഏരിയ ഉണ്ട്. റെസ്റ്റോറൻറ്റും ബാർ ഏരിയയ്ക്ക് ഇതാണ് ചാൻസ്. മൊബിലിറ്റി സ്കൂട്ടർ ഹയറിനുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു പൂൾ ടേബിളോ ബില്യാർഡ്സ് ടേബിളോ വെച്ചിട്ടുണ്ട്. ബുക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറേ ബുക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വായിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്താ സംഭവം, ഇത് പണ്ടത്തെ ഗെയിമിംഗ് കൺസോളാണെന്ന് തോന്നുന്നു.
ഇത് കൊള്ളാലോ, അടിപൊളി. പിന്നെ ഇങ്ങോട്ട് ഇതാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ, ലെപ്റ്റോസ്, റിയൽ എസ്റ്റേറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പൂളിലോട്ടുള്ള വഴിയാണെന്ന് തോന്നുന്നു അല്ലേ? പൂളിലോട്ട് ഇറങ്ങേണ്ട വഴി. അതുപോലെ ഇതാണ് റെസ്റ്റോറൻറ്റ്. മറ്റേത് ബാറായിരുന്നു, ഇത് റെസ്റ്റോറൻറ്റ്. ഡിയർ ഗസ്റ്റ്, ഡ്യൂറിങ് ദ മീൽ ടൈംസ് യു ആർ കൈൻഡ്ലി റിക്വസ്റ്റഡ് ടു ബി സ്യൂട്ടബ്ലി ഡ്രസ്ഡ്. വെനസ്ഡേ ഇറ്റാലിയൻ നൈറ്റാണ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിൻ്റെ ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. വെനസ്ഡേ ഇറ്റാലിയൻ നൈറ്റാണ്. ഇപ്പം നൈറ്റ് ഇതാണ് മെനു, സെറ്റ് മെനു ഉള്ളത്. ഇതാണ് റെസ്റ്റോറൻറ്റ് ഏരിയ വരുന്നത്. ഇവിടെ ചെറിയ പ്രോഗ്രാംസൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഹാള് പോലെ ഉണ്ട്. ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് സൈഡിൽ തന്നെയാണ്. ഞാൻ പുറത്തോട്ട് ഇറങ്ങാം. ഓക്കെ, ഇത് ലെപ്റ്റോസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെയാണ്. അതെ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് എത്തി. അപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്തോട്ട് ഇനിയും പോയില്ല. നമ്മൾ ഈ ഏരിയ ആയതേ ഉള്ളൂ അല്ലേ? ഇനി അങ്ങോട്ട് കുറേ കിടക്കുന്നു. ഒരു മരം നോക്കി നല്ല രസമാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി സെറ്റപ്പായിട്ടുണ്ട്. ടെന്നീസ് കോർട്ട് ഉണ്ട് കേട്ടോ, അങ്ങോട്ട് ടെന്നീസ് കോർട്ട്. വീണ്ടും നിവർന്ന് കേട്ടാ. ഇതൊക്കെ ഇവരെ പാട്ട് തന്നെ അതോ ഇത് വേറെയാണോ? അല്ലല്ല, ഇത് അവരെ പാട്ട് തന്നെ. ഇപ്പോൾ അവിടെ നിന്ന് ചെക്ക് ചെയ്തവരാണ് പോകുന്നത്. വലിയ പരിപാടിയാണ് കേട്ടോ, ഒരുപാടുണ്ട്. ഇതൊക്കെ അവരുടെ റൂമുകളാണ്. വാവ്, ഇത് കൊള്ളാലോ അല്ലേ? ഇവിടെയൊക്കെ ഒരുപാട് പാർക്കിംഗ് ഉണ്ട്. ഓറഞ്ച്. അങ്ങനെ വീണ്ടും ഓറഞ്ച് കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ടെന്നീസ് കോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ടെന്നീസ് കോർട്ട് എന്താണെന്നൊന്ന് കണ്ടിട്ട് വരാം. എന്തായാലും നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ, രസമുണ്ട് കാണാൻ. എല്ലാം കൂടെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ടെന്നീസ് കോർട്ട്. റെഡാണല്ലോ ടെന്നീസ് കോർട്ട്, റെഡാ. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ക്ലോസ്ഡ് ആണ്. ഇതാണ് പക്ഷേ ടെന്നീസ് കോർട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ടെന്നീസ് കോർട്ട് എടുക്കുന്നത് ഇതുവഴി നമ്മൾ പൂളിൻ്റെ ഏരിയയിൽ കൂടെ വീണ്ടും നമുക്ക് നടന്നിട്ട് നമ്മളെ റൂം കാണിച്ചു തരാം. റൂമും നല്ല അടിപൊളിയാണ്. നമ്മൾ 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ് നമ്മളത്. 1 ബെഡ്റൂം വിത്ത് എല്ലാ ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി കാണാം. ഈ പൂൾ യൂസിങ് അല്ലാന്നോ, ഇത് ചിൽഡ്രൻസ് പൂളാണല്ലോ അല്ലേ? ഇത് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആണ്. പക്ഷേ ഇതൊന്നും അത്ര ഇത് നീറ്റായിട്ട് വെച്ചിട്ടില്ല. ഇത് യൂസിങ് അല്ലാന്ന് തോന്നുന്നു. അപ്പം നമ്മളെ റൂം വരുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒരു സൈഡിലോട്ട് കുറച്ച് ഒതുങ്ങിയിട്ട് പുറത്ത് നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെ പോയിട്ട് നമ്മളെ റൂമിലേക്ക് ഇങ്ങനെ നടന്ന് പോകണം. നല്ല വഴിയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി വഴിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നാർസിസസ് ആണ് ഈ ഒരു ഏരിയ. നാർസിസസ് എ, നാർസിസസ് ബി, നാർക്കിസസോ അങ്ങനെന്താണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് ഈ ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ റൂം വരുന്നത്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നാർസിസസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം പഴയ പ്രോപ്പർട്ടിയാണ്, പണ്ടത്തെ എന്തെങ്കിലും അപ്പാർട്ട്മെൻറ്റ്സിനെ മാറ്റിയെടുത്തതാണെന്ന് പറഞ്ഞൂടാ. പക്ഷേ എന്നാലും നീറ്റാണ്. എന്താ പറയുക, ഇതൊക്കെ തടി ഉണ്ടാക്കിയതാ, കൊള്ളാലോ. ഇങ്ങനെ കയറിയിട്ട് നമ്മളെ റൂം നമ്പർ 201 ആണ്. റൂം നമ്പർ 201. ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് 2009 എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അവാർഡോ എന്തോ കിട്ടിയൊക്കെ കാണുന്നുണ്ട്. എന്നാലും 201. യെസ്, നമ്മൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തതാണ്. കയറുമ്പോൾ തന്നെ 1 ബെഡ്റൂം ആണ്. 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു കിച്ചൺ ഉണ്ട്. ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് കിച്ചണാണ്. വലിയ ഫുൾ സൈസ് റെഫ്രിജറേറ്റർ ഉണ്ട്. ഇവിടെ എന്തൊക്കെ സാധനം, ഇവിടെ പ്രത്യേകിച്ച് സാധനങ്ങൾ കുറേ സ്റ്റോർ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പാത്രങ്ങളും ഗ്ലാസും മറ്റും കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ ഒരു മൈക്രോവേവ് ഓവൻ കൊടുത്തിട്ടുണ്ട്. ഇത് ടോസ്റ്റർ, ബ്രെഡ് ടോസ്റ്റർ കൊടുത്തിട്ടുണ്ട്, വെള്ളം ചൂടാക്കേണ്ട സാധനം. അതിലിവിടെ ഒരു നോർമൽ ബേണർ കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ഇലക്ട്രിക് ബേണറാണെന്ന് തോന്നുന്നു. അതിൽ ഇവിടെ എന്താ ഗ്രില്ല് ചെയ്യേണ്ട സംഭവങ്ങൾ, ഗ്രില്ലർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ സ്റ്റോർ. ഇത് ആക്ച്വലി ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കംപ്ലീറ്റ്. എല്ലാ കട്ട്ലറീസും കാര്യങ്ങളും ഒക്കെ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. എല്ലാ സംഭവങ്ങളും കട്ടിംഗ് ബോർഡടക്കം എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അപ്പാർട്ട്മെൻറ്റ് വീട് പോലെ തന്നെ ഉണ്ടാവും. എല്ലാ സാധനങ്ങളും പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ സംഭവം ഉണ്ട്, സെറ്റപ്പാണ്. ഇത് കൊള്ളാം. ഇതൊരു സിങ്ക്, ഇവിടെയും കുറേ പാത്രങ്ങൾ, ഗ്ലാസ്സുകൾ, വലിയ കുക്കിങ്ങിൻ്റെ സാധനങ്ങൾ വരെ ഉണ്ട്. ഷോ, അടിപൊളി. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ ആപ്പിളും, സാധാ ആപ്പിളും ഗ്രീൻ ആപ്പിളും, അതുപോലെ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സൊവനീർ. ഇത് ട്രഡീഷണൽ സൈപ്രസ് ഡിലൈറ്റ്സ് ആണ്. അവരിവിടെ നമുക്ക് ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട് സംഭവം. അത് കൊള്ളാം. വിത്ത് കോംപ്ലിമെൻറ്റ്സ്, വെസ്റ്റ ടൂറിസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ എന്തോ സംഭവം വിത്ത് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തോ ടൂർ ഏജൻസി അങ്ങനെ എന്തൊക്കെ ഒരു വെള്ളം വെച്ചിട്ടുണ്ട്.
ഇതാണ് അവരുടെ റൂം ക്ലീനിങ് സർവീസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 3 ചെയറൊക്കെ വെച്ചിട്ടുണ്ട്, സോഫയും ഇതൊക്കെ ഉണ്ട്, TV ഉണ്ട്. പാഫോസിലെ ഇതാണ് അഫ്രോഡൈറ്റ് റോക്കാന്ന് തോന്നുന്നു. അങ്ങനത്തെ അതിൻ്റെയൊക്കെ ചിത്രം, ഇത് വില്ലേജസിൻ്റെയൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുറത്തോട്ട് ബാൽക്കണിയാണ്. നമുക്ക് ബാൽക്കണിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ട് ബാൽക്കണി വ്യൂ. ഇവിടെ നമ്മളെ വ്യൂ ഇതാ വരുന്നത്. അങ്ങോട്ടാണ് നമ്മളെ ഹോട്ടൽ റിസപ്ഷൻ കേട്ടോ. ആ കാണുന്ന ബിൽഡിംഗ് ആണ്. ഇവിടെ ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു വാഴയൊക്കെ ഉണ്ട്, മറ്റേ ടൈപ്പ് വാഴ അല്ലേ. ഇത് വാഴ തന്നെയല്ലേ, ഇതെന്താ പറയുക, വാഴ തന്നെ, വേറൊരു ടൈപ്പ് ചെമ്പരത്തി. ഇവിടെ ചെമ്പരത്തി കുറേ ഉണ്ട് കേട്ടോ. ചെമ്പരത്തി ഇവിടെ മെയിൻ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ഇത് ഇവിടെ നിന്നുള്ള പുറത്തോട്ടുള്ള റോഡാണ്. ഇതൊക്കെ ഒരു അപ്പാർട്ട്മെൻറ്റ്സാണ്. എനിക്ക് തോന്നുന്നു ഇത് ഒന്നുകിൽ ഹോളിഡേ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ആരെങ്കിലും താമസിക്കുന്ന ഇവിടുത്തെ ആൾക്കാരുടെ അപ്പാർട്ട്മെൻറ്റ്സ് ആയിരിക്കും. ഇങ്ങനെ റോഡ് അങ്ങോട്ടുണ്ട്, അതൊക്കെ പുതിയ അപ്പാർട്ട്മെൻറ്റ്സൊക്കെ അവിടെ കാണുന്നുണ്ട്. നമുക്കിനി നമ്മളെ ബെഡ്റൂം കാണാം. ബെഡ്റൂമിൽ ഇത് കൊള്ളാമല്ലേ, നല്ല ഫെസിലിറ്റിയാണ് ഇവിടെ. ഇതെന്താ സംഭവം, പുറത്തായിട്ടുള്ളൊരു ജനൽ. ഓക്കെ, ബെഡ്റൂം കയറുന്നതിന് മുന്നേ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റിൽ പക്ഷേ ഇത് പഴയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇതാണ് ബാത്ത് ടബാണ് പരിപാടി. അതുപോലെ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷവർ, കമോഡ്, ഇത് ബാത്റൂം, ബാക്കിയുള്ള സംഭവങ്ങൾ, ബാത്ത് ജെല്ല്, സോപ്പ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ് ബെഡ്റൂം. ബെഡ്റൂമിൽ ഇതെന്ന് വെച്ചാൽ ഇവിടെ ഏകദേശം എല്ലായിടത്തും ഏത് വലിയ 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് ആയവരെ വലിയ ക്വീൻ ബെഡോ കിങ് ബെഡോ കണ്ടിട്ടില്ല. സ്പ്ലിറ്റ് ബെഡും സിംഗിൾ ബെഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ കിടക്കാം, സെപ്പറേറ്റ് ഉണ്ട്, ശല്യമില്ല. ശല്യമാക്കി തരാം. നമുക്ക് ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാമെന്നല്ലേ, എനിക്ക് ആ ഒരു ബെഡ് മതി. ഇവിടുന്ന് ഇവിടെ വലിയൊരു ജനൽ വെച്ചിട്ടുണ്ട്, നമുക്ക് പുറത്തോട്ട് കാണാൻ പറ്റും. ഒരു അപ്പൂപ്പനും അമ്മയൊക്കെ പോകുന്നതിലൂടെ. ഇവിടെ ഒരു ടേബിളും ലാമ്പൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ AC ഉണ്ട്. AC യൂണിറ്റ് ഉണ്ട്. അത് ഹീറ്ററും കൂടെ ഉള്ള ഫങ്ഷനുള്ള AC യൂണിറ്റാണ്. ഇവിടെ ഒരു വാർഡ്രോബ്, പിന്നെ ഒരു സെക്യൂരിറ്റി ബോക്സും ഉണ്ട്. എക്സ്ട്രാ പില്ലോയും പിന്നെ ബ്ലാങ്കറ്റും ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം. മൊത്തത്തിൽ നല്ലൊരു ഫെസിലിറ്റിയാണ്. കുറച്ച് പഴയതാണ്, പക്ഷേ എന്തായാലും നല്ല എല്ലാം നീറ്റായിട്ട് ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം അവിടെയൊക്കെ താമസിക്കുന്ന ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് സെയിം സെറ്റപ്പ് തന്നെയാണ് ഉള്ളത്. നമ്മൾ പാഫോസിലെ റിസോർട്ടിൽ നമ്മുടെ ഡ്രസ്സ് അലക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഇങ്ങനെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. ഇതുവരെ ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഇടുന്നില്ല, അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മൾ ഇട്ടിട്ട് അലക്കി എടുക്കണം. 4 യൂറോ വേണം അലക്കാൻ വേണ്ടിയിട്ട്, 4 യൂറോ വേണം ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ വാഷിംഗ് പൗഡർ കിട്ടാത്തത് കൊണ്ട് ഷവർ ജെല്ലും ഷാമ്പു കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഓഫ് പൗഡർ നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അത്രയാണ്. നമ്മൾ ഇതാണ് യൂറോ കേട്ടോ. ഇത് 2 യൂറോ ആണ്, ഇത് 1 യൂറോ ആണ്. ഓക്കെ, നമുക്ക് 4 യൂറോ വേണം. അങ്ങനെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഡ്രൈ ചെയ്തെടുത്താൽ മതി, ഉണക്കി എടുക്കണം. 4 യൂറോ ഇട്ടാൽ ഒരു സൈക്കിൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതാണ് ഇൻഡോർ ടെമ്പറേച്ചർ കൺട്രോൾഡ് പൂൾ കേട്ടോ. അവിടെ ചെറിയൊരു ജക്കൂസി പോലെ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ കൺട്രോളെന്നേ ഉള്ളൂ, ചൂടൊന്നല്ല, ഹീറ്റഡ് പൂളല്ല, ടെമ്പറേച്ചർ കൺട്രോളാണ്. വലിയ തണുപ്പില്ല മാത്രം. ഇവിടെ നിന്നാണ് പുറത്തോട്ടുള്ള പൂള്. പുറത്തുള്ള പൂളിന് കുറച്ച്, അതായത് നോർമൽ ഇവിടുത്തെ ടെമ്പറേച്ചർ ആയിരിക്കും 4 ഡിഗ്രി 5 ഡിഗ്രി ഒക്കെ ആയിരിക്കും. ഇവിടെ എനിക്കൊന്ന് ഒരു 10-18 ഡിഗ്രി ആ ഒരു ലെവലല്ലേ, 15 ഡിഗ്രി ആ ഒരു ലെവലുണ്ടാവും. ഇവിടെ ഇങ്ങനെ കിടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. 1 2 3 4 5 6 സ്ഥലമുണ്ട്. അവിടെ കുളിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ നിന്ന് ബാത്ത് ചെയ്തിട്ട് അവിടെ ചൂടുവെള്ളമാണ്, അതിൽ ചൂടുവെള്ളമാണ്. അവിടെ ഇറങ്ങിയിട്ട് ഇവിടെ വരാം. ഇവിടെ ചേഞ്ചിങ് റൂം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. 6:30 വരെയാണ് ഇൻഡോർ പൂളുള്ളത്. 6:30 ചാടാനോ നീന്താ അറിയില്ലെങ്കിൽ ചാടണ്ട്. അപ്പം തൽക്കാലം ഈ പൂള് നമുക്ക് വേണ്ടി മാത്രം ആണുള്ളത്, എല്ലാവരും പോയിട്ടുള്ളത് അല്ലേ. അത്രേ ഉള്ളൂ.
ഇവിടെ 1.9 1.5 മീറ്ററേ ഉള്ളൂ ആഴം, അധികം ആഴമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങ് നമ്മുടെ 0.9, അവിടെയും 0.9, ഈ ഒരു ഏരിയയിലേക്ക് 1.9, അത്രേ ഉള്ളൂ. നീന്തൽ അറിയുന്നവർക്ക് നീന്താം, ഇല്ലാത്തവർക്ക് ഇങ്ങനെ തുള്ളി കളിക്കാം. അതാണ് അവസ്ഥ. കൊള്ളാം അല്ലേ? നമ്മളെന്തായാലും ഇപ്പം നമ്മുടെ ഇത്രയും ദിവസത്തെ ആ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പൂളിൽ ഇറങ്ങിയതാണ്. ക്ഷീണങ്ങളൊക്കെ തീർക്കട്ടെ. അപ്പോൾ നാളെ നമ്മൾ പാഫോസ് ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. പാഫോസ് എക്സ്പ്ലോർ ചെയ്യാണ്ട് ബ്ലൂ ലഗൂൺ എക്സ്പ്ലോർ ചെയ്യാണ്ട് പറ്റുമോ നോക്കണം. അതെ, അടിപൊളിയാണ്. നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സൈറ്റസ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ബ്ലൂ കുറേ വരും. അടിപൊളി കിടക്കാച്ചി സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് വീഡിയോസിൽ വരുന്നുണ്ട്. അതൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.